ഹിന്ദുസ്ഥാൻ പെട്രോളിയം ബുള്ളിഷ് ട്രെൻഡ് കാണിക്കുന്ന സ്റ്റോക്കാണ്. 210 റീസെൻ്റായിട്ട് വരാവുന്ന സപ്പോർട്ട്. റെസിസ്റ്റൻ്റ് ഞാൻ പച്ച കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ റെസിസ്റ്റൻറ്റുകളാണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 3 റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ റെസിസ്റ്റൻ്റ് 300 താഴെ 298 റേഞ്ച്. അടുത്ത റെസിസ്റ്റൻ്റ് 325, അടുത്തത് 370. അപ്പോൾ ഷോർട്ട് ടൈമിലേക്കൊക്കെ ബൈ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ്. ഫണ്ടമെൻ്റലി സ്ട്രോങ് സ്റ്റോക്കാണ്. നന്നായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന സ്റ്റോക്കാണ്. എൻ്റെ പഴയ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള വ്യൂവേഴ്സിന് അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോയിൽ കൂടെ മനസ്സിലാക്കി തരാം. ആദ്യമായിട്ട് യൂട്യൂബിൽ ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം എന്ന് അടിക്കുക, സെർച്ച് ചെയ്യുക. ആദ്യമൊന്നും എൻ്റെ ചാനൽ വരില്ല. 4-ാമത്തെ 5-ാമത്തെ ആയിട്ടാണ് ചാനൽ കിടക്കുന്നത്. അവിടെ വീഡിയോയിൽ കാണുന്ന പോലെ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ വീഡിയോസും നോക്കാവുന്നതാണ്. ഹെഡിങ് ഒക്കെ വായിച്ച് നോക്കിയിട്ട് താല്പര്യമുള്ള വീഡിയോസ് കാണാവുന്നതാണ്. TCS ഒരു ബുള്ളിഷ് ട്രെൻഡ് കാണിക്കുന്ന സ്റ്റോക്കാണ്. സപ്പോർട്ട് റെഡ് ലൈനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത് വരാവുന്ന റെസിസ്റ്റൻസ് ഗ്രീൻ ലൈനിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. TCS അതെല്ലാം ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള സ്റ്റോക്കാണ്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് സൂപ്പറായിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും മുകളിലേക്ക് പോയില്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിവേ ഇപ്പം ആ സ്റ്റോക്ക് ബുള്ളിഷാണ്. ഓക്കെ, അത് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കാണ് TCS. ആൽക്കം ലബോറട്ടറീസ് നല്ല രീതിയിൽ സപ്പോർട്ടിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. കമ്പനി ഇത്ര ഇടിയാൻ കാരണം അവർ ലോണ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. സെക്യൂർഡ് ലോണും അൺസെക്യൂർഡ് ലോണും രണ്ടും കൂട്ടിയിട്ടുണ്ട്. കടം കുറച്ച് കൂട്ടിയത് കാരണമാണ് കമ്പനി ഇതുപോലെ ഇടിഞ്ഞത്. എന്നാൽ പോലും ഈ ഒരു പ്രൈസ് കുഴപ്പമില്ലാത്ത ഒരു പ്രൈസാണ്. ഫണ്ടമെൻ്റലി സ്ട്രോങ് കമ്പനിയാണ്. നന്നായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണ്. ഞാനതിൽ നീല കളറിൽ സപ്പോർട്ട് വരച്ചിട്ടുണ്ട്. റെസിസ്റ്റൻസ് പച്ച കളറിലും വരച്ചിട്ടുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്തുക. വാട്സപ്പിലും ടെലിഗ്രാമിലും മെസ്സേജ് അയക്കാതിരിക്കുക. അത് അങ്ങനെ അയച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ മെസ്സേജ് വേറെ പുറത്തൊക്കെ ആയിരിക്കും എടുത്ത് നോക്കുമ്പം ചിലപ്പോൾ ഷോപ്പിലായിരിക്കും, അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കുമ്പോൾ മെസ്സേജ് എടുത്ത് നോക്കും. അപ്പോൾ കുറേ ഡേറ്റ വേണ്ടി വരും അത് ആൻസർ ചെയ്യാനായിട്ട്. ആ ഡേറ്റയൊന്നും ആ ഒരു സമയത്ത് നമുക്ക് നോക്കി പറയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അങ്ങനെയാകുമ്പം ഈ മെസ്സേജ് പിന്നെ ആൻസർ ചെയ്യാമെന്ന് കരുതി വിട്ട് കഴിഞ്ഞാൽ ഇതങ്ങ് അടിയിലേക്ക് പോകും. പുതിയ മെസ്സേജ് വരുമ്പോൾ ഈ മെസ്സേജ് അടിയിലേക്ക് പോകും. അങ്ങനെ ഒരുപാട് മെസ്സേജ് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഫ്രീ ആകുമ്പോൾ ഈ മെസ്സേജ് തപ്പിയിട്ട് കിട്ടുന്നില്ല, അതുപോലെ അടിയിലേക്ക് പോയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ പലതിനും ഇപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റാതെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കും പുള്ളിക്ക് അഹങ്കാരമൊക്കെ പിടിച്ചിട്ട് ആൻസർ ചെയ്യാത്തതാണ് എന്ന് വിചാരിക്കും. അപ്പോൾ അതെനിക്കൊരു ബാഡ് മാർക്കാണ്. ഈ കമൻറ്റ് ബോക്സിൽ ചോദിക്കുവാണെങ്കിൽ ഞാൻ ഫ്രീ ആകുമ്പോൾ ഇതിനായിട്ട് തന്നെ ഞാനൊരു 1-2 മണിക്കൂർ ഇരിക്കുന്നുണ്ട് ഡെയിലി. അപ്പോൾ ഞാൻ ഫ്രീ ആകുമ്പം എനിക്ക് സുഖമായിട്ട് ഈ മെസ്സേജുകൾ ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വാട്സപ്പിലൊക്കെ ആവശ്യമുള്ളതാണെങ്കിൽ ഞാൻ മെസ്സേജിൽ തന്നെ അത് പറയാം. ഇത് വാട്സപ്പിൽ കൂടെ ഞാൻ ഇതിന് മറുപടി തരാം. ഓക്കെ, അങ്ങനെ ഞാൻ എൻ്റെ നമ്പറും തരാം. അപ്പോൾ ജസ്റ്റ് അതിൽ കൂടി ഒന്ന് ചോദിച്ചാൽ മതി. അതെല്ലാം മെസ്സേജിനും അങ്ങനെ വേണ്ടി വരില്ല. ചിലത് വോയിസിൽ തന്നെ പറയേണ്ടതുണ്ടാവും. അങ്ങനെയുള്ള മെസ്സേജുകൾക്ക് ഞാൻ തന്നെ ആ നമ്പർ തന്ന് അപ്പം അങ്ങനെ ചോദിക്കുവാണെങ്കിൽ എനിക്ക് വാട്സപ്പിൽ വരുന്ന ഒരുപാട് ഹ്യൂജ് ട്രാഫിക് ഒഴിവാക്കാൻ പറ്റും. ടെലിഗ്രാമിലും അതെ. പിന്നെ ടെലിഗ്രാമിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നതിനേക്കാളും നല്ലത് ഗ്രൂപ്പിൽ ആ മെസ്സേജ് ചോദിക്കുക. ഞാനാണ് ആൻസർ പറയേണ്ടെങ്കിൽ എന്നെ ടാഗ് ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല. ടാഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഫ്രീ ടൈമിൽ എടുത്ത് നോക്കാറുണ്ട്. ടാഗ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും മറുപടി കൊടുക്കാറുണ്ട്. പേഴ്സണൽ മെസ്സേജ് ഒരുപാട് വന്നു, കുറേ പെൻഡിങ് ആയിപ്പോയി, രക്ഷയില്ല. ഇനിയിപ്പോൾ അത് എല്ലാ മെസ്സേജിനും ആൻസർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ. അതുപോലെ തന്നെ അത് താഴേക്ക് പോയി, പഴയ മെസ്സേജുകളൊക്കെ അടിയിലേക്ക് പോയി, പുതിയ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ സംശയം രേഖപ്പെടുത്തുക. നമുക്ക് എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാം. ഇൻഫോസിസിൽ ഒരു റാലി സംഭവിക്കാൻ സാധ്യതയുണ്ട്. IT സെക്ടറിലെ TCS എന്ന് പറയുന്ന സ്റ്റോക്കിൽ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു. അപ്പോൾ ഇതും IT സെക്ടർ തന്നെയാണ്. അതുകൊണ്ട്
സംഭവിക്കുവാണെങ്കിൽ രണ്ടിലും ഒരേപോലെ തന്നെ സംഭവിക്കും. ഇൻഫോസിസ് കുറച്ച് നാളായിട്ട് കറക്ഷൻ മോഡിലായിരുന്നു. കണ്ടാലറിയാം, ഏകദേശം ഒരു 6 മാസത്തോളം ഷാർപ്പ് അപ് ട്രെൻഡായിട്ട് പിന്നെ കറക്ഷൻ തുടങ്ങി. ആ കറക്ഷൻ തുടങ്ങിയിട്ട് വലിയ രീതിയിലൊന്നും അത് അഴുകി പോയിട്ടൊന്നുമില്ല. ഇപ്പം കറക്ഷൻ കഴിഞ്ഞ് മുകളിലേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഓക്കെ, മാർക്കറ്റും ബുള്ളിഷാണ്, എല്ലാത്തിനും അപ്പം മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു എൻട്രി ഇവിടെ ഈ ലെവലിൽ തന്നെ, കറണ്ട് ലെവലിൽ തന്നെ ഒരു എൻട്രി എടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത സ്റ്റോക്ക് അശോക് ലേലാൻഡ് ആണ്. അശോക് ലേലാൻഡ് ഒരു ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ്. ഫണ്ടമെന്റലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. പലരും അശോക് ലേലാൻഡ് 100-നും 100-നല്ല 112, 125, 105 ഈ ലെവലിലൊക്കെ അശോക് ലേലാൻഡ് കയറിപ്പോകും എന്ന് കരുതിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പെട്ടിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. എന്തായാലും ഈ ഒരു പ്രാവശ്യം അശോക് ലേലാൻഡ് കയറിപ്പോകാൻ ജേർണി സ്റ്റാർട്ട് ചെയ്തു എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. കയറിപ്പോകാനുള്ള സർവ്വ സാധ്യതയുണ്ട്. അങ്ങനെ താഴേക്ക് പോകുന്ന ഒരു സ്റ്റോക്കല്ല. അത് അക്കമുലേഷനിൽ നല്ല താഴേക്ക് പോയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ബയേഴ്സ് സോൺ എന്ന് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. വോളിയം എല്ലാം കൂടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു അവസ്ഥയിലും ഇതിനു മുമ്പ് മേടിച്ചവരുണ്ട്, 90, 80, 90 ലെവലുകളിൽ മേടിച്ചവരും ഉണ്ട്. ഓക്കെ, ഈ ഒരു ലെവലിലും വേണമെങ്കിൽ അശോക് ലേലാൻഡ് കുറച്ച് മേടിക്കാൻ പറ്റിയ ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി എന്ന സ്റ്റോക്കാണ്. ഷെയർ പ്രൈസ് ഏകദേശം 15 രൂപയാണ്. പക്ഷേ ഈ കമ്പനി ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയല്ല. പിന്നെ ഞാനിവിടെ ഇത് ഇൻഡിക്കേറ്റ് ചെയ്തത് വളരെ നല്ല രീതിയിൽ അക്കുമുലേഷൻ ഈ ഒരു സ്റ്റേജിന് നടക്കുന്നുണ്ട്. പലവട്ടം വോളിയം കയറുന്നു, ഇറങ്ങുന്നു ഒക്കെയുണ്ട്. ഒരു മൈൽഡ്ലി ഒരു റെസിസ്റ്റൻ്റ് സോണിലാണ് ഇപ്പം നിൽക്കുന്നത്. ഓക്കെ, വാച്ച് ചെയ്യേണ്ടവർക്ക് വേണമെങ്കിൽ വാച്ച് ചെയ്യാം. കയറി പോകാനുള്ള ഒരു സാധ്യത ഇല്ലാതില്ല. ഞാനിപ്പോൾ ഒരു വര വരച്ചിട്ടുണ്ട്. റെസിസ്റ്റൻ്റ് ലെവലാണത്. റെസിസ്റ്റൻ്റ് ലെവലിൽ ഇപ്രാവശ്യം ടച്ച് ചെയ്യുകയുണ്ടായി. ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു ജേർണി നമുക്ക് പ്രതീക്ഷിക്കാം. അല്ല എങ്കിൽ നമുക്ക് ഒരു 11 അല്ലെങ്കിൽ 12 ആ റേഞ്ചിൽ വാങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് എടുത്ത് വിറ്റ് മാറാം. അപ്പോൾ അത് നോക്കുക. ആ സമയത്ത് ചിലപ്പം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അഡ്വാൻസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, എനിവേ ഫണ്ടമെൻ്റലി സ്ട്രോങ് അല്ല ഈ കമ്പനി. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും കുറവാണ്. സൺഫാർമ വലിയൊരു കറക്ഷന് ശേഷം അപ് ട്രെൻഡിലേക്ക് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഇപ്പം നന്നായിട്ട് പ്രൈസ് കുറഞ്ഞ് വാങ്ങാൻ പറ്റും. 464 ആ റേഞ്ചിൽ വാങ്ങാൻ പറ്റും. അതിൻ്റെ റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്, മേജർ റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് 680 ലെവലാണ്. നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. മുമ്പ് ചെയ്ത പല വീഡിയോകളിലും പറഞ്ഞതുപോലെ യെസ് ബാങ്ക് ബുള്ളിഷ് തന്നെയാണ്. ബുള്ളിഷായിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. കഴിഞ്ഞ ദിവസം കുറച്ച് താഴേക്കാണ് സ്റ്റോക്ക് വന്നത്. ഓക്കെ, അതിന് ഡിപ്പിൽ വാങ്ങുക, എല്ലാ ഡിപ്പുകളിലും അക്കുമുലേഷൻ ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ഇവിടെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ യെസ് ബാങ്ക് കുറച്ച് ഉയർന്നാണ് നിൽക്കുന്നത്. താഴേക്ക് ഇത് വരുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. പക്ഷേ കുറച്ച് താഴേക്ക് വരും. പ്രോഫിറ്റ് ബുക്കും കാര്യങ്ങളുമായിട്ട് കുറച്ച് താഴേക്ക് വരും. നമുക്ക് ഈ യെസ് ബാങ്ക് മേടിക്കാനും പല ഓപ്പർച്യൂണിറ്റികളും കിട്ടിയതാണ്. ഞാനും ഏകദേശം ഒരു 200-200ൻ്റെ പുറകിലുണ്ടായിരുന്നപ്പം യെസ് ബാങ്ക് മേടിക്കാം, ലോങ് ടൈമിലേക്ക് മേടിക്കാം, നല്ല ബാങ്ക് തന്നെയാണ്, നല്ല സ്റ്റോക്കാണ് എന്ന് പറഞ്ഞാണ്. ഇപ്രാവശ്യം റിസൾട്ടും സൂപ്പർ റിസൾട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യെസ് ബാങ്ക് ഒന്ന് ടാർഗറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡിപ്പുകളിൽ വാങ്ങുക എന്നുള്ളത്. ഇപ്പം മുകളിൽ വെച്ചാൽ വാങ്ങുന്നതെങ്കിൽ കുറച്ച് വാങ്ങുക. പിന്നെ അത് ഡിപ്പിൽ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, ആവറേജ് ചെയ്ത് കൊണ്ടുപോവുക. അങ്ങനെ ഒരു സ്ട്രാറ്റജി ഇതിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും ഒരു കൈവിട്ട് കളയാൻ പറ്റാത്ത ഒരു ഷെയറാണ് യെസ് ബാങ്ക്. HDFC ബാങ്ക് വളരെ സ്ലോ ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗ്രോത്ത് കാണിക്കുന്ന ഒരു ബാങ്കാണ് HDFC ബാങ്ക്. സ്റ്റോക്ക് വളരെ സ്ട്രോങ് ആണ്. നമ്മൾ പഴയ വീഡിയോയിലാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്. അക്കുമുലേഷൻ ഒക്കെ കഴിഞ്ഞ് 52 വീക്ക് ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണ് സ്റ്റോക്ക്. ഓക്കെ, ഈ ഒരു സമയത്തും ഒരു ചെറിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ സാധ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്കിന് കറക്ഷൻ ഇപ്പം കഴിഞ്ഞു. കുറേ നാളായിട്ട് കറക്ഷനായിരുന്നു സ്റ്റോക്ക്. കറക്ഷൻ കഴിഞ്ഞിട്ട് ആ വലിയ ഡിപ്പ് കണ്ടാലറിയാം, അവിടെ കറക്ഷനായിരുന്നു നടന്നത്. അത് കഴിഞ്ഞിട്ട് അക്കുമുലേഷൻ, അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉയർന്നു, വീണ്ടും അക്കുമുലേഷൻ, വീണ്ടും സ്റ്റോക്ക് ഉയർന്ന് 52 വീക്ക് ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള സ്ട്രെങ്ത് സ്റ്റോക്ക് നേടിക്കഴിഞ്ഞു. അപ്പം ഫ്യൂച്ചറിലേക്കും ഇനി കുറച്ച് മുകളിലേക്ക് പോകാം. എന്തായാലും റീസെൻ്റ് തന്നെ ഒരു കറക്ഷൻ വരാൻ സാധ്യത വളരെ കുറവാണ്. അഥവാ വന്നാലും പേടിക്കേണ്ട കാര്യമില്ല. അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് HDFC ബാങ്ക്. ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കായിരുന്നു. എൻ്റെ ബ്രേക്ക് ഔട്ട് നോക്കിയിരിക്കുമായിരുന്നു. ഓക്കെ, ആ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് അന്ന് മനസ്സിലായില്ല, പിന്നെയാണ് മനസ്സിലാകുന്നത്. ഇപ്പം നോക്കിയപ്പോൾ അടിപൊളിയായിട്ടത് ബ്രേക്ക് ഔട്ട് കഴിഞ്ഞു. എനിവേ, ഇതിലേക്കും നമുക്ക് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ ഒരു സ്റ്റോക്കാണിത്. പിന്നെ ഇനി ഫ്യൂച്ചറിലാണെങ്കിലും കറക്ഷൻ വന്ന് നല്ല രീതിയിൽ താഴേക്ക് വന്നു കഴിയുമ്പോൾ ഈ സ്റ്റോക്ക് വേണമെങ്കിൽ നമുക്ക് മേടിക്കാവുന്നതാണ്. ലോങ് ടൈമിലേക്ക് മേടിക്കാവുന്നതാണ്.